നീണ്ട കാത്തിരിപ്പും പഠിക്കൽ കലമുടക്കുന്നവർ എന്ന ചീത്തപ്പേരും വായിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നെഞ്ചിലേറ്റിയ ആഴ്സണൽ. FA കപ്പ് കിരീടത്തോടെ കഴിഞ്ഞ സീസൺ അവസാനിപ്പിച്ച മാഞ്ചസ്റ്റർ സിറ്റി. ഇരുവരും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസൺ ഓപ്പണറായ കമ്മ്യൂണിറ്റി ഷീൽഡ് പോരാട്ടത്തിനായി കൊമ്പുകോർക്കുമ്പോൾ ചോദ്യങ്ങൾ ഒരുപാടായിരുന്നു. ഗണ്ണേഴ്സിന്റെ ആശാൻ ആൾട്ടേരയും പിള്ളേരും കഴിഞ്ഞ സീസണിലെ മികവ് ആവർത്തിക്കുമോ? പെപ് ഗോർഡിയോള പടിയിറങ്ങിയ ശേഷം മുൻ ചെൽസി കോച്ച് മരസ്കയുടെ കീഴിലെത്തുന്ന സിറ്റി അത്ഭുതം കാട്ടുമോ? എല്ലാത്തിനുമുപ്പരം കാർഡിഫിലെ ആദ്യ 48 മിനിറ്റിൽ തന്നെയുണ്ടായിരുന്നു. മത്സരം തുടങ്ങി 23-ാം സെക്കൻഡിൽ തന്നെ റിക്കാർഡോ കാലഫിയോറിയുടെ ഗോളിൽ ആഴ്സണൽ ലീഡ്. കമ്മ്യൂണിറ്റി ഷീൽഡിന്റെ 118 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഗോളായിരുന്നു ഇത്. മൈൽസ് ലൂയിസ് കെല്ലി നൽകിയ മനോഹരമായ പാസിൽ നിന്നായിരുന്നു കാലഫിയോറിയുടെ ഗോൾ. 28-ാം മിനിറ്റിൽ കൈ ഹാവേർട്സിലൂടെ ആഴ്സണൽ ലീഡ് 2 ഉയർത്തി. പുതിയ താരം ക്രിസ്റ്റോസ് സോളിസ് തലകൊണ്ടു മറിച്ചു നൽകിയ ക്രോസ് ഹാവേർട്സ് ഹെഡറിലൂടെ വലയിലെത്തിക്കുകയായിരുന്നു. രണ്ടാം പകുതി തുടങ്ങി 48-ാം മിനിറ്റിൽ മാർട്ടിൻ ഒഡേഗാർഡിലൂടെ ആഴ്സണൽ ഗോൾ പട്ടിക തികച്ചു. സോളിസിന്റെ പാസ് സ്വീകരിച്ച ഒഡേഗാർഡ് സിറ്റി ഗോൾ കീപ്പർ ഡോണറൂമയെ കാഴ്ചക്കാരനാക്കി പന്ത് വലതുമൂലയിലേക്ക് തള്ളിയിടുകയായിരുന്നു. സിറ്റിക്ക് നേരെ നേടിയ വമ്പൻ ജയത്തോടെ ആഴ്സണൽ ഫാൻസിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നിലനിർത്തുന്നത് കിനാവ് കാണാമെന്നായി. മിഡ്ഫീൽഡിൽ കൂടി കൺട്രോൾ പിടിച്ച പ്രകടനമാണ് സിറ്റിക്കെതിരെ അവർ നടത്തിയത്. മറുവശത്ത് റോഡ്രിയുടെ വിടവ് സിറ്റിയുടെ മധ്യനിരയിൽ മുഴച്ചുനിന്നു. മരസ്കയ്ക്കാകട്ടെ തന്റെ മറുതന്ത്രങ്ങൾ പ്രയോഗിക്കാനുമായില്ല. ഹാളൻഡാകട്ടെ ബോക്സിൽ പന്ത് കിട്ടാതെ അലഞ്ഞുകൊണ്ടുമിരുന്നു. അഥവാ ഒരു പുതിയ സീസൺ ആത്മവിശ്വാസത്തോടെ തുടങ്ങാൻ സിറ്റിക്കാവില്ല എന്നത് തന്നെ. മൊറോക്കോയുടെ അയൂബ് ബൗദിയെയോ അർജന്റീനയുടെ എൻസോ ഫെർണാണ്ടസിനെയോ കൊണ്ടുവന്ന് മിഡ്ഫീൽഡ് ഓട്ട് അടക്കാൻ സിറ്റി ശ്രമിക്കുന്നുവെങ്കിലും ഡീൽ ക്ലോസ് ആയിട്ടില്ല. ട്രാൻസ്ഫർ വിൻഡോ അടക്കാൻ സെപ്റ്റംബർ 1 വരെ സമയമുണ്ടെന്നിരിക്കെ ബാക്കിയെല്ലാം കാത്തിരുന്നു കാണാം.